ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും കിട്ടുന്നില്ലല്ലോ. അല്ല, സമയം കളയുന്നില്ല, ഞാൻ പോയി തിരക്കാം. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ആശൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. ആ, ഞാൻ നോക്കിട്ട് വരാം. നീ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? അവന്റെ ഒപ്പം ആയിരുന്നു അവൻ എന്നോട് നേരിട്ട് പറഞ്ഞു. പറ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾക്ക് പല ഉദ്ദേശമുണ്ട്. അതൊക്കെ പറഞ്ഞു നടക്കുന്ന മോശമല്ലേ ഡേവിസേ? അപ്പോ കാര്യഗൗരവത്തോടു കൂടി തന്നെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? ദേ, നിർത്തിക്കോണം നിന്റെ കറക്കം മുഴുവൻ. ഇനി അവന്റെ കൂടെ പോയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ ഡേവിസിന്റെ ഈ മുഖം ആയിരിക്കല്ല നീ കാണുന്നത്. ശിവൻ വിളിച്ചാലേ എവിടേക്കാണെങ്കിലും ഞാൻ പോവും. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ പോയിരിക്കും. നീ അവനെ മനസ്സിൽ കയറ്റി വെച്ചോണ്ട് നടന്നാ പിന്നെ എന്തിനാണ് ഞാൻ നിന്നെ കെട്ടുന്നേ? എന്റെ കൂടെ മാത്രമേ നീ ജീവിക്കൂ. അല്ലെങ്കിൽ ഞാൻ നിനക്ക് വിധിക്കുന്നത് പെടുമരണമാ. പെടുമരണം. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അപ്പ ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? വരട്ടെ, പറയാം. ഡേവിസ് നമ്മളോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം പേടിക്കണ്ട. ഇങ്ങനെ നടന്നത് പോരെ സാറേ? അല്ല, ഒരുപാട് യാത്ര ചെയ്യണ്ടല്ലേ? എടോ, അതുകൊണ്ടാടോ ഈ നടക്കുന്നേ? വണ്ടി കയറി ഒറ്റ ഇരിപ്പല്ലയോ? കൈയും കാലും ഒക്കെ നനങ്ങട്ടിടോ. അത്യാവശ്യമായിട്ട് വിളിച്ചിരുന്നു. ഡാ, നിന്നെ ഭാവം നിൽക്കുന്നുണ്ടല്ലോ. എന്താടാ, നീ ഓട്ടോയുടെ വാടക കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ? അയ്യോ, അതൊക്കെ കൃത്യോ. ഒരാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എന്നാലും എന്തിനായിരിക്കും? ആ, അവളോട് തന്നെ ചോദിക്ക്. ഭാമേ, ദേ കമലം വന്നത് പോണ്ട്, ഇങ്ങോട്ട് വാ. വരുന്നു. ആ, ഞാൻ നിന്നെ വിളിച്ചതേ, നീ ഇന്ന് വിഷ്ണുവിനെ കണ്ടായിരുന്നോ? അല്ല, രാവിലെ കണ്ടതാ. എങ്ങോട്ടോ പോവാനുണ്ട്, എന്നോട് സ്കൂളിലേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓട്ടോ പോലും എടുക്കാണ്ട് അങ്ങോട്ട് പോയത്. അല്ല, എന്നെ കണ്ടോന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അവിടെ ചെന്നു, അപ്പൊ ആശ വണ്ടി എടുത്തിട്ട് പോയി. ആ, എന്നാ നിന്നെ അവൻ കണ്ടു കാണത്തില്ല. അല്ല, പക്ഷെ ഞാൻ പിന്നാലെ വിളിച്ച് ഓടിയെന്നേ. എടാ, ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ? സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ചോണ്ട് വരേണ്ട സമയമായി. പക്ഷെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ല, അവൻ കുട്ടികളെ വിളിച്ചോണ്ട് വരുവോ അതോ ഇവിടുന്ന് ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വരണോ ഒന്നും അറിയില്ലടാ. അല്ല, ഞാൻ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. അവനെ നീ അല്ല വേറെ കൂട്ടുകാരിലുണ്ടോ? അല്ല, എന്റെ അറിവിലില്ല. അതാരാണ് അച്ഛനെ? എടാ, അതിന്റെ ഒരു പരിചയക്കാരിയാ, എന്റെ കൂട്ടുകാരി. നിന്നോടാ അവന് വരെ ഏതെങ്കിലും കമ്പനി ഉണ്ടോന്ന്? എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. ആകെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞത് എന്റെ അടുത്തല്ലേ. ആരടുത്തും അങ്ങനെ പോയി ഇരിക്കാറില്ലല്ലോ. എന്നാ നീ ഒന്ന് പോയി തിരക്ക്. ഞങ്ങൾക്കാണെങ്കിൽ ഇന്നൊരു യാത്രയുള്ളതാ. തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രമേ. ആ, വിഷ്ണുവും കുട്ടികളും വന്നാൽ ഉടനെ പോകാന്ന രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുക. വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ ഇവനിത് എവിടെ പോയി കിടക്കുക?
ഈ യാത്രയുടെ കാര്യമൊക്കെ അവന് അറിയാവുന്നതുവാ. അപ്പൊ പിന്നെ ആശാൻ വരേണ്ടതാണല്ലോ. അതെ, വരേണ്ടതാ. റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ ട്രെയിനിന്റെ സമയത്തിനങ്ങ് പോവും. നീ ഒന്ന് പോയി അവനെ തിരക്കിട്ട് വാ. അവൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്ന് പോയി തിരക്ക്. അല്ല, അപ്പൊ കുട്ടികളെ വിളിക്കാൻ ഞാൻ പോണോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അതിന് ഞാൻ രോഹിത്തിനെ വിട്ടോളാം. നീ പോയിട്ട് വിഷ്ണുവിനെ കണ്ടുപിടിച്ചോണ്ട് വാ. എന്നാ ഞാൻ പോയിട്ട് വരാം. നില്ലേ, ഞാനേ ശാലിനി ഒന്ന് വിളിച്ചോട്ടെ. എടുക്കുന്നില്ലല്ലേ? ഞാനൊന്ന് വിളിക്കാം. മാഡം വീട്ടിൽ നിന്നാ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു യാത്രയുണ്ട്, അതിനുവേണ്ടി വിളിക്കുന്നതാ. ഇപ്പൊ എടുക്കണ്ട. ശരി. ശോ, കിട്ടുന്നില്ല. എന്നാടാ ഉള്ളേ? അതെന്തായാലും തിരക്ക് കാണും, എടുക്കുന്നില്ല. അല്ല ഇനിയിപ്പേ ഇതെങ്ങനെയാന്ന് അറിയിക്കുന്നേ? രഘുട്ട, നമുക്ക് എന്തായാലും കൊണ്ടുപോകേണ്ടതൊക്കെ എടുത്തു വെക്കാം. വിഷ്ണു ശാലിനി വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാലോ. ആ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നാ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ അവിടെ എത്തും. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും. എന്തായാലും കിട്ടുന്നില്ലല്ലോ. അല്ല, സമയം കളയുന്നില്ല, ഞാൻ പോയി തിരക്കാം. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ആശാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. ആ, ഞാൻ നോക്കിട്ട് വരാം. എന്നാൽ ഈ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഇവനിത് എവിടെ നടക്കുക? ഓ, അത് എന്നോടാണ് തിരക്കണ്ടേ. ഇങ്ങോട്ട് ഇന്ന് അവൻ വരട്ടെ. നാലെണ്ണം പറഞ്ഞിട്ട് എന്നെ കാര്യം. എടോ, ഇന്നത്തെ യാത്ര നടക്കത്തില്ലയോ? അതെന്തായാലും നടക്കും സാറേ. വിഷ്ണു കുഞ്ഞിന് അറിവുള്ളതല്ലേ? നടന്നാ മതിയായിരുന്നു.